Hello, my dear students. Welcome to Agent Learning. This is me, Aslam. മക്കളെ അഖിൽ സാറും കൂടെ ഉണ്ട്. ഹായ്. സോ മക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ്, അല്ലെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് പല കുട്ടികളുടെയും പേടി സ്വപ്നമാണ് അല്ലെ സാറേ. പലരോടും ചോദിക്കും, സാറേ എനിക്ക് മാത്സിനാണ് A+1 ബാക്കി സബ്ജക്റ്റിലൊക്കെ ഞാൻ A+ വാങ്ങും, ഈ മാത്സ് എനിക്കൊരു പണിയാവോ സാറേ, മാത്സ് ഞങ്ങൾക്ക് ഒരു വില്ലൻ ആവോ? അതാണ് പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് മാത്സിന് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെങ്ങനെ, ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവരെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളത് ഈ ഒറ്റ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ മക്കളും ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ സാധാരണയായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. നമുക്ക് 1 by 1 ലെവൽ ബൈ ലെവൽ ആയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറി നോക്കാം. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഫസ്റ്റ് ഒരു ഫാക്ടർ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ബേസിക്സ് റെഡി അല്ല. ദാറ്റ്സ് ഇറ്റ്. ഒന്നാമത്തെ ഫാക്ടറാണ് ബേസിക്സ് എന്ന് പറയുന്ന ബേസിക്സ്. ഇവനാണോ നമ്മുടെ പ്രശ്നം? ബേസിക്സ് ഇത് നിങ്ങൾ റെഡിയാക്കിയേ മതിയാവും. അതിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ബേസിക്സ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ. നെഗറ്റീവ് നമ്പേഴ്സിലാണ് പ്രശ്നം വരിക, ബാക്കിയുള്ളതായിരിക്കില്ല. നെഗറ്റീവ് നമ്പേഴ്സ് വന്നാലാണ് പ്രശ്നം വരിക. സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്ന രണ്ടാമത്തതാണ് ഫ്രാക്ഷൻസിനെ കുറിച്ച് കൃത്യമായിട്ട്. ഇതിനെല്ലാത്തിന്റെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2 ബേസിക്സിന്റെ ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അതേപോലെ ഇനിയും ബേസിക്സിന്റെ ക്ലാസ്സുകളും ബാക്കി എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാനലിൽ കൃത്യമായിട്ട് ലൈവിൽ കാണാൻ മറക്കരുത് എന്നാണ് പറയാനുള്ളത്. സോ രണ്ടാമത്തെ കാര്യമാണ് ഫ്രാക്ഷൻസിന്റെ ഈ ഓപ്പറേഷൻസും കൃത്യമായിട്ട് അഡീഷൻ, അതിലും ഇതേ പ്രശ്നം വരും, നെഗറ്റീവ് അവിടെയും നെഗറ്റീവ് വരും. അതാണ്, അവിടെയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്ത് വെക്കണേ. ഏതൊക്കെ ബേസിക്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വരുന്നതാണ് ആൾജിബ്ര. എക്സ് വരും, വലിയൊരു പ്രശ്നമാണ്. ലെറ്റേഴ്സ് കയറി വരുന്നത് അല്ലെ, ആൾജിബ്ര കയറി വരുന്ന സമയത്ത് കുറെ കൺഫ്യൂഷൻസ് വരും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും എക്സ് കൊണ്ടുവെക്കുന്നത്? ഈ അറിയാത്ത നമ്പേഴ്സ് നമ്മൾ എക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പരിപാടിയില്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് റെഡി ആയിട്ട് വരണം. ഇത്രയുമാണ് ഏറ്റവും കൂടുതൽ അവർ റെഡി ആക്കേണ്ടത്, കാര്യമായിട്ട് വേണ്ടത്. ബാക്കി ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കി നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ പറക്കൂലേ ആ ലെവലിലേക്ക് മാറും. സോ ബേസിക്സിൽ നമ്മൾ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് അത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഡിവിഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഈ പല ചാപ്റ്റർ എടുക്കുന്ന സമയത്താണ് ഹരിക്കാൻ പോലും അറിയാത്ത ആ ഒരു പ്രശ്നം. അത് എങ്ങനെയാന്ന് വെച്ചാൽ അവർ ആ ചെറിയ ക്ലാസ്, ഇതൊക്കെ അവർ കാര്യമായിട്ട് ചെയ്ത് പഠിക്കുന്ന ക്ലാസ്സുകൾ, ആ സമയത്താണ് ആ കൊറോണ ടൈമും കുറച്ച് ക്ലാസ്സൊക്കെ മിസ് ആയതും. മക്കളുടെ പ്രശ്നമല്ല, ശരിക്കും നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പക്ഷേ അത് വെച്ച് നമ്മൾ എന്താക്കരുത്, ഒരിക്കലും പിന്നോട്ട് വലിയ നിൽക്കരുത്, നമ്മൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബേസിക്സ് റെഡി കഴിഞ്ഞാൽ പല മക്കളും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സാറേ ബേസിക്സ് ഒക്കെ അറിയാം, എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലിക്കേഷൻ, നെഗറ്റീവ് സെക്കൻഡ് ഫാക്ടർ ആണ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഏതായിരുന്നു വർക്ക്ഔട്ട്? നമ്മളൊരു മാത്സിലെ ക്ലാസ്സുകൾ കണ്ടു, വായിച്ചു പഠിച്ചു, അത് മാത്രം പോരാ മാത്സ് എന്ന് പറഞ്ഞാൽ. ആണോ സാറേ? അത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇതൊക്കെ എനിക്ക് അറിയാലോ, ഇത് സാറ് പറയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഞാൻ ടോപ്പ് ആണല്ലോ, ഇത്രയും പൊളിയാണ് ഞാൻ. അങ്ങനെ ചെയ്തു പോകും. ഇതൊക്കെ ഒഴിവാക്കി വെച്ച് ഒരു ക്വസ്റ്റ്യൻ, ഈ ആൻസർ ഒക്കെ മാറ്റി, നിങ്ങൾ നോട്ട്ബുക്ക് വെച്ച് പഠിക്കാതെ ആൻസർ ഒക്കെ മാറ്റി വെച്ച് ക്വസ്റ്റ്യൻ തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുക. അവിടെയാണ് പ്രശ്നം. കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യില്ല. പെന്നും പേപ്പറും, മാത്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ എഴുതി പഠിക്കേണ്ട, ഓരോ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. മക്കളെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ പറയാ, പിടിയെ പോവാ, ന്യൂസ് പ്രിന്റ് അത് വാങ്ങി വെക്കുക, പേപ്പർ പെന്ന് ഇരുന്ന് ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിക്കുക. അവിടെയാണ് മാത്സ് നമ്മൾ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുക. അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ ബേസിക്സിലെ അതെല്ലാം വീണ്ടും നമ്മൾ ഓരോ പ്രോബ്ലത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. പക്കായി മാറും. പിന്നെ ഏത് ലെവലിൽ ചോദിച്ചാൽ ലെവല് ആൻസർ പറയുന്നില്ല, മുന്നോട്ടേക്ക് പോകാൻ പറ്റും. സോ രണ്ടാമത്തെ പ്രോബ്ലം ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇനി വരുന്ന പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും എക്സാമിന് സമയത്ത് എല്ലാ കുട്ടികളും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കാറ്റഗറി ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ തന്നെ ഇങ്ങോട്ടേക്ക് പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഈ ബേസിക്സ് ഓക്കെയാണ്, ഞങ്ങൾ അത്യാവശ്യം ചെയ്ത് പഠിക്കാൻ ഞങ്ങൾ വില്ലിംഗ് ആണ്. ഈ എക്സാം പേപ്പർ കാണുന്ന സമയത്ത്,
സ്റ്റാർട്ട് ആവുന്നില്ലേ? അങ്ങോട്ട് തുടങ്ങി കിട്ടുന്നില്ല. അതാണ് ഒരു സാറ് വന്നിട്ട് മക്കളെ ഇതല്ലേ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്, ഇന്ന സാധനം കാർഡ് ക്വസ്റ്റ്യനിൽ തന്നത്, നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇന്നതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയാൽ പിന്നെ എല്ലാവരും ചെയ്തു പോകും. ഈ തുടക്കം കിട്ടാനുള്ള ഒരു പണി അത് വലിയൊരു പ്രശ്നമാണ്. എങ്ങനെ ഒന്ന് തുടങ്ങി കിട്ടും? സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ശരിക്കും അത് സോൾവ് ആക്കി കൊടുക്കാം. ശരിക്കും അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വർക്കൗട്ട് തന്നെയാണ്. വർക്കൗട്ട് 1-2 പ്രാവശ്യമല്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചെയ്തതാണെങ്കിൽ അത് എനിക്ക് അറിയാമെന്ന് വിചാരിച്ച് പോകരുത്, അത് പിന്നെയും ചെയ്യാൻ. പിന്നെ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ആൻസറിന് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യന് കൊടുക്കാം. ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആൻസർ കാണാതെ പഠിക്കുക, ആൻസർ ഞാൻ ചെയ്ത് പഠിക്കുന്ന പരിപാടി നിർത്തി. അത് പല മക്കളും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻസേഴ്സ് കാണാതെ പഠിക്കും. ഈ ആൻസർ ഇങ്ങനെ വന്നാല് ചിലപ്പോൾ ആ നമ്പർ മാറിപ്പോയി കഴിഞ്ഞു കൊടുക്കണം, കിട്ടൂല. കാരണം ആൻസർ അല്ല, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ അപ്രോച്ച് ആണ്. ചിലപ്പോൾ സെയിം ഇക്വേഷൻ ആയിരിക്കും, പക്ഷെ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലത് ലോജിക്കായി ചെയ്യേണ്ടതായിരിക്കും, ചിലത് നേരിട്ട് ലോജിക്കലി ആലോചിച്ചാലേ ആ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താക്കുക, അപ്രോച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അവിടെ ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ വേറെ അല്ല, അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അവർക്ക് ക്വസ്റ്റ്യൻ കുറച്ചൊക്കെ മനസ്സിലായാലും അത് ഒറ്റയടിക്ക് തീരുന്ന ഒരു പ്രോബ്ലം അല്ല കേട്ടോ. അത് നമ്മൾ നിങ്ങളെ കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ട് തീർക്കേണ്ട ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഈ മാത്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഈ തന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന സാധനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയും, നമ്മൾ തമാശ പറയും, മാത്സിലും ലൈഫിലും പക്ഷേ എന്താ നമ്മുടെ കയ്യിലുള്ളത് അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ലിസ്റ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണോ ഡാറ്റ ഉള്ളത് ആ ഡാറ്റ വെച്ച് നിങ്ങൾ എന്താക്കുക, ഒരു ചെറിയൊരു പോയിന്റ് ആക്കി അവിടെ മാറ്റി എഴുതി വെക്കുക, സൈഡിലൂടെ എഴുതി മതി. പിന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് എന്താണോ അത് ബേസ് ചെയ്തിട്ട് ഈ ഡാറ്റ വെച്ച് നമ്മൾ എന്താക്കണം, നമുക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത്, നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തന്ന ഡാറ്റ വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും വേണ്ടോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗിവൺ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ രണ്ടും കൂടി മിംഗിളായി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓട്ടോമാറ്റിക് ടാർഗറ്റ് ഓൾറെഡി നിങ്ങൾ. പക്ഷെ വേറെ ആദ്യത്തെ കുറച്ച് സമയം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കലും നേരിട്ട് ആൻസർ പറഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല. നിങ്ങളെ കൂടെ ഇരുന്ന് ഞങ്ങളും ആ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണാമെന്ന് വിചാരിക്കാം, ഞങ്ങളും ആ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണാം. ആ രീതിയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. എന്നിട്ട് കിട്ടിയ സാധനങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അതിൽ നിന്നും എങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം, എന്തെങ്കിലും ഒരു ക്ലൂ അതിലുണ്ടോ, അതിൽ പിടിച്ച് തൂങ്ങിക്കോളാം. എന്താ നമ്മുടെ കയ്യിലുള്ളത്, ടാർഗറ്റ് എന്താന്ന് ഉറപ്പിക്കുക, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള ട്രൈ നടത്തുക. ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം നടന്നു വരില്ല. ഇത് ഒരു സ്ട്രഗിൾ ആണ് ആക്ച്വലി. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ അടിപൊളിയാവും അല്ലെങ്കിൽ ഞാൻ മാത്സിലെ കിങ് ആവുന്ന ഒരാൾ പോലും വിചാരിക്കേണ്ട. ഇതൊക്കെ ഒരു സ്ട്രഗിൾ ആണ്. ഫസ്റ്റ് നല്ലോണം സ്ട്രഗിൾ ചെയ്യണം. ഈ സ്ട്രഗിളിന്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം അല്ലെങ്കിൽ ഈ സ്ട്രഗിളിന്റെ അവസാനം നിങ്ങളുടെ മാത്സിൽ A+ ആയിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. കുറെ സമയത്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ആവശ്യം വരും. അങ്ങനെ നിങ്ങൾ ചെയ്ത് കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുമിച്ച് ചെയ്യും. ഒരുമിച്ച് കുറച്ചൊരു ടൈം എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ചോദ്യം ടീച്ചേഴ്സിന്റെ ഒന്ന് ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ തന്നെ വായിച്ച് ആൻസർ കിട്ടുന്ന ഒരു സമയം വരും. അവിടെ ഒരു സമയമുണ്ട്, ഒരു സന്തോഷം വരാനുണ്ട്. നിങ്ങൾ മനസ്സിലേക്ക് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജ് കടന്നുപോയാൽ ഉറപ്പായിട്ട് കടന്നുപോയാൽ. പക്ഷെ ഒരു പ്രശ്നം തന്നെ ആവാറുണ്ട്. നമുക്ക് ശരിക്കും ആവാറുണ്ട്. അത് നിങ്ങൾ മാത്രമല്ല, ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഇതൊക്കെ ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ ബുദ്ധിമുട്ടി, ഇതൊക്കെ കഴിഞ്ഞു. അവസാനം നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടെത്തി നമ്മൾ തന്നെ അതിന്റെ അപ്രോച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ ചിലപ്പോൾ ഇങ്ങനെ ഹിമാലയം എവറസ്റ്റിന്റെ ഏറ്റവും മുകളിൽ ഫീലായിരിക്കും വേണമെങ്കിൽ പറയാൻ പറ്റല്ലേ. ആ ആൻസർ കിട്ടുമ്പോൾ നമ്മളെ മക്കളോട് പറയണ്ടേ, എടാ ഒരു ആൻസർ കിട്ടി കഴിഞ്ഞാൽ എൻജോയ് ചെയ്തോ. ആൻസർ കിട്ടിയ ഞാൻ പൊളിച്ചു 2 പ്രാവശ്യം നീച്ചു നിങ്ങളെ തന്നെ കണ്ട് കൈ അഭിനന്ദിച്ചു. ഒരു സെൽഫ് മോട്ടിവേഷൻ അങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോന്ന് പറയല്ലേ. നമ്മുടെ ടീമിൽ വേണമെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും അതേപോലെ കണക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ എഫേർട്ട് ഇടുന്ന സമയത്ത് കുറേശ്ശെ ഈ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കയറി വരാൻ തുടങ്ങും. അത് കുറച്ചങ്ങ്
അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തേടാൻ തുടങ്ങും. ഇത് കണ്ടത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി പഠിച്ചത് ഇനി എനിക്ക് വേറെ ടൈപ്പ് പുതിയ ആള് വരട്ടെ എന്നുള്ള ലെവലായിട്ട് മാറും. സോ മക്കളെ, പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. പറഞ്ഞ പോയിന്റ്സ് മറക്കണ്ട. വർക്കൗട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് തന്നെ തുടങ്ങുക, ചെയ്ത് പഠിക്കുക. മാത്സ് വായിച്ച് പഠിക്കുന്ന പരിപാടി നമുക്ക് വേണ്ട, നിർത്തിക്കാൾ ഇപ്പൊ തന്നെ. അതെ, ഇപ്പൊ പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യല്ലേ. പറഞ്ഞു വന്ന കാര്യം ഇത്രയും കാര്യങ്ങളാണ് മാത്സിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉള്ളത്. അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഇതെല്ലാം നമ്മൾ പരിഹരിച്ചുകൊണ്ട് പോയാൽ ഒരു പകുതി ആകുമ്പോഴത്തേക്ക്, ക്ലാസ് ഒരു പകുതി എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ തീർന്നുണ്ടാവും. പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾ ലെവൽ കയറുകയാണ് ചെയ്യുക. പിന്നെ ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം മക്കളെ. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഒഴിവാക്കിയിട്ട് കൺസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നോ ഉറപ്പായിട്ടും നമുക്ക് A+ വാങ്ങാൻ പറ്റും. അതിനുവേണ്ടി എകളിൽ നമ്മൾ റെഡിയാണ്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ വർക്ക്ഔട്ട് ചെയ്ത് വേണമെങ്കിൽ ഏകൻ ആപ്പ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും. യൂട്യൂബ് ലൈവിൽ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ സപ്പോർട്ട് വേണമെന്ന ആൾക്കാരുണ്ടാവും. സപ്പോർട്ട് വേണമെന്ന കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടി നമ്മൾ ആപ്പ് അങ്ങനെ നിങ്ങൾക്ക് എന്താക്കാം, നമ്മുടെ ഏഗൺ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ എന്താക്കുക, വർക്ക്ഔട്ട് ചെയ്ത് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങുന്ന മക്കളായിട്ട് മാറുക എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ മക്കളെ, നമ്മൾ എന്താക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നന്നായി പഠിക്കാം. വാങ്ങാം. ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഏഗൺ കൂടെ ഉണ്ടാവും. ഓക്കെ, ബൈ.